യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതമെന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. കർത്താവൂതൻ ഗംഭീര നാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. നാമോ രൂപാന്തരപ്പെടുമല്ലോ, നാമോ രൂപാന്തരപ്പെടുമല്ലോ. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വർഷം ദൈവിക സമാധാനത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും വർഷമാണ്. കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തോടൊപ്പം ഇരിക്കാനായിട്ട്. അതിലൊരാളാണ് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അതിന് പ്രയോറിറ്റി കൊടുത്താട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ ഈ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കേട്ട ചിന്തയുടെ അടുത്തൊരു പോർഷനിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ വർഷമാണ്. ഞാനൊന്നും കൂടെ പറയാം. This is a year of divine presence and the peace. ദൈവ സാന്നിധ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷമായിരിക്കും. നിങ്ങൾക്ക് സന്തോഷമുള്ളവർക്ക് ആ കൈകളൊന്ന് അടിച്ച് ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അടുത്തിരിക്കുന്നവരോട് പറ, the year of divine presence, ദൈവ സാന്നിധ്യത്തിൻ്റെ വർഷം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് കയറാൻ പോകുന്നത്. ആഴമേറിയ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. എത്രത്തോളം അത് കഴിയുമോ അത്രത്തോളം വേഗത്തിൽ സംസാരിക്കാനായി ഞാൻ ശ്രമിക്കും. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു വാചകം ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു വാചകം ഞാൻ പറയട്ടെ. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ വർഷം ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോകുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, പ്രസൻസ് ലവേഴ്സ് എന്ന് പറഞ്ഞ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ജനറേഷനിൽ എഴുന്നേൽക്കാൻ പോകുന്നു. നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച്, ചില ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന, ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ ഇരുന്നതെങ്കിൽ
കർത്താവ് എന്നോട് പറഞ്ഞത്, അല്ല ജോണെ, ഈ സീസണിന്റെ പ്രത്യേകത പറയാം. ഞാനൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്നു. ആ ജനറേഷന്റെ പ്രത്യേകത അവർ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. ഞാൻ ഈ പറയുന്ന ദൂത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഈ പകൽ മുതൽ ചിലരുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ആഴം വർദ്ധിക്കും. ചിലരുടെ ദൈവമായിട്ടുള്ള റിലേഷനിലെ ആഴം വർദ്ധിക്കും. ഞാനിവിടെ നിൽക്കുമ്പോ എൻ്റെ ഹൃദയത്തിലെ ഭാരം ഞാൻ പറയാം. നിങ്ങളുടെ ഉള്ളിലേക്ക്, എൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, അല്ല 1.5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉള്ളിൽ പകർന്ന ആഴമേറിയ, ഇതുവരെ ഇല്ലാത്ത ആഴമേറിയ ഒരു ആത്മാനുഭവം ഈ പകലിൽ, ഈ രാത്രിയിൽ ചിലരുടെ ജീവിതത്തിലേക്ക് ഇംപാർട്ടഡ് ആകും. ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ ഇടതുവശത്ത് വിശുദ്ധന്മാരോടൊപ്പം ആരാധിക്കുന്ന ദൈവദൂതന്മാരെ എനിക്ക് കാണാം. ഇരിക്കാം നമുക്ക്. ഞാൻ വളരെ ലളിതമായി നമുക്ക് അറിയാവുന്ന സുപരിചിതനുമായ ഒത്തിരി ആളുകൾ വായിച്ചിട്ടുള്ള, ഇതാണോ ന്യൂ ഇയറിന് പറയാൻ പോകുന്നത് എന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു വാക്യമാണ് വായിക്കാൻ പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. അതിൻ്റെ 10-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 38 മുതൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവ കഥ വായിക്കാം. പിന്നെ അവർ യാത്ര പോകയിൽ അവരൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ ബൈബിൾ കയ്യിലുള്ളവരെ, ഫോണിലാണെങ്കിൽ പോലും നിങ്ങൾ ആദ്യത്തെ ആ വാചകം ഒന്ന് വായിക്കാമോ? പിന്നെ അവൻ യാത്ര പോകുകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. മാർത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ഞാൻ ആ വാചകം ഒത്തിരി വായിച്ചിട്ടുള്ള ആള്, നിങ്ങൾക്കും അറിയാം വാചകം വായിച്ചിട്ടുള്ള, നിങ്ങൾ എല്ലാവർക്കും നമുക്കറിയാവുന്ന വാക്യങ്ങൾ. പക്ഷേ ഞാൻ ഇന്നലകളിൽ അത് വായിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, അവളുടെ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യത്തെ ആദ്യം ഇൻവൈറ്റ് ചെയ്തയാൾ മാർത്തയാണ്. ഞാൻ അതിനകത്ത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ആദ്യത്തെ ചിന്ത, നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന വാചകം വായിക്കും, യേശുവിനെ മാർത്ത സ്വീകരിച്ചു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നേ. പക്ഷേ ആരാണ് ഈ യേശു എന്ന് പറയുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് ശബ്ദം ഹല്ലേലൂയ പറയാവോ? ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാവോ? സകലതും അവൻ മുഖാന്തരം ഉളവായി, അവൻ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞ സകലത്തിൻ്റെയും ഉടയവനായവൻ. യോഹന്നാൻ 1:14 കർത്താവ് പറഞ്ഞു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ, മാർത്തയുടെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെല്ലുവല്ല, ആ വീട്ടിനകത്തേക്ക് ദൈവ സാന്നിധ്യം കയറി ചെല്ലുകയാണ്. ഞാനിവിടെ ഒരു ദൂത് പറയട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ വീടുകളിലേക്ക്, ചിലരുടെ ജീവിതത്തിനകത്തേക്ക് വലിയ ദൈവ സാന്നിധ്യം ചലിക്കാൻ പോകുന്നു. മാർത്ത യേശുവിനെ സ്വീകരിച്ചു എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ എനിക്ക് മനസ്സിലായത്, അവളുടെ വീട് തുറന്നിടുകയാ ദൈവം പ്രവേശിക്കാനായിട്ട്. നിങ്ങൾ ഇനി അടുത്ത വാചകങ്ങൾ വായിക്കാവോ? മാർത്തയോ, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കലിരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു.
മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞിട്ട് അടുക്കൽ വന്നിട്ട്, കർത്താവേ എൻ്റെ സഹോദരി, നമുക്കറിയാവുന്ന സംഭവം അതെ അല്ലേ? എന്നോട് ആ വാക്യത്തിൽ നിന്ന് രണ്ടാമത് കർത്താവ് സംസാരിച്ചത്, മാർത്തയാണ് വീട്ടിനകത്തേക്ക് ദൈവ സാന്നിധ്യം കൊണ്ടുവന്നത്. മാർത്തയാണ് ആ പട്ടണത്തിൽ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തത്. മാർത്തയാണ് ആ ദൈവ സാന്നിധ്യത്തെ തൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടത്. പക്ഷേ തൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യത്തെ കൈക്കൊണ്ട മാർത്ത 100 ടെൻഷനുകളിൽ, 100 വിചാരപ്പെടലുകളിൽ, 100 കൺഫ്യൂഷനുകളിൽ, 100 വ്യാവലാതിയിൽ താൻ കൈക്കൊണ്ട സാന്നിധ്യത്തിൽ നിന്ന് എവിടോ അകന്നുപോയി. ഞാൻ ഒന്നും കൂടെ വാചകം പറയാം. മാർത്തയാണ് ആ വീട്ടിലേക്കത്തേക്ക് യേശുവിനെ സ്വീകരിച്ചത്. പക്ഷേ മാർത്തയാണ് ആ വീട്ടിലേക്ക് ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവന്നത്. പക്ഷേ ശുശ്രൂഷ നിമിത്തം, മറ്റു ചില വിചാരങ്ങൾ നിമിത്തം മാർത്ത ആ പ്രസൻസിൽ നിന്ന് അകന്നുപോയി. ക്ഷണിച്ചിട്ടില്ലാത്ത, വീട്ടിനകത്തേക്ക് കൊണ്ടുവരാത്ത, അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുവരാഞ്ഞ മറിയ എന്നാൽ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞതോടുകൂടെ അവൾ സകലതും ഉപേക്ഷിച്ചിട്ട് അവന്റെ കാൽക്കലിരിക്കാനായി തുടങ്ങി. ഈ ന്യൂ ഇയർ സർവീസിന് വേണ്ടി പ്രിപ്പയർഡ് ആകുമ്പോൾ കർത്താവിനോട് ചോദിച്ചു, നീ ജനത്തോട് ചോദിക്കണം, 2025 പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് അവരോട് ചോദിക്കണം, നീ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങളിൽ എത്ര പേര് മാർത്തയാണ്, നിങ്ങളിൽ എത്ര പേര് മറിയയാണ് എന്ന് ചോദിക്കണം. വരാൻ പോകുന്ന വലിയൊരു ഉണർവില്, വരാൻ പോകുന്ന വലിയൊരു ചലനത്തിന് ആ വീട് മുൻപന്തിയിൽ ദൈവം കണ്ടതാണ്. ബെഥാനിയ എന്ന് പറയുന്ന ആ പട്ടണത്തിനകത്ത് ഒരു ഉണർവിന് വേണ്ടി കണ്ടിട്ടുള്ള ഒരു കുടുംബമാണത്. അതിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് മാർത്തയായിരുന്നു, മറിയയല്ല. മറിയയാണ് യേശുവിനെ അവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അവളുടെ അകത്ത് വിവിധ ചിന്തകളാൽ, ശുശ്രൂഷയുടെ ഭാരത്താൽ ആ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി. ഈ പകൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്, 2024 ദൈവത്തെ സ്വീകരിച്ചവരും ദൈവമായിട്ട് നടക്കാൻ ആഗ്രഹിച്ചവരുമാണ് നമ്മൾ. പക്ഷേ നിങ്ങൾ അവനുമായിട്ടുള്ള ബന്ധത്തിൽ 2024 ആയിരുന്നുവോ? ആ വീട്ടിനകത്തേക്ക് ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവന്ന് മാർത്തയാണ്. പക്ഷെ ഇപ്പോ ആ സാന്നിധ്യത്തോടു കൂടെയല്ല മാർത്തയായിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവന്നവർ, ദൈവത്തെ ഭവനത്തിനകത്തേക്ക് എത്തിച്ചവർ, ദൈവം നിങ്ങളുടെ വീടിനകത്തേക്ക് ദൈവത്തെ കൊണ്ടുവന്നവർ, ഇതിനകത്തിരിക്കുന്നതിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിനകത്തേക്ക്, നിന്റെ റിലേറ്റീവ്സിന്റെ ഇടയിലേക്ക് അല്ല, ആ ഗ്രാമത്തിനകത്തേക്ക് അല്ല, ആ തെരുവിനകത്തേക്ക് യേശുവിനെ കൊണ്ടുവന്നവർ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളും ആ ദൈവവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? നിങ്ങളുടെ ശുശ്രൂഷ യേശുവിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ശുശ്രൂഷ ആ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിയിരിക്കുകയാണോ, അതോ ആ സാന്നിധ്യത്തിലേക്ക് മറിയെ പോലെ അടുപ്പിച്ചിരിക്കുകയാണോ? സാധാരണഗതിയിൽ ഞാൻ സോളിയോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് കയറാൻ നേരത്തെ, സോളി എനിക്ക് പ്രസംഗിക്കാനുള്ളൊരു ദൂതാ ഉള്ളത്, പക്ഷെ തുടങ്ങുന്നത് മനം തിരിയണം, അല്ലെങ്കിൽ നീ റിപ്പന്റഡ് ആകണം എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങേണ്ടത്. എന്നോട് സ്വർഗം പറഞ്ഞു,
ദൈവത്തെ ആ ഭവനത്തിലേക്ക് കൊണ്ടുവന്നവർ, ദൈവത്തെ ആ സിറ്റിയിലേക്ക് കൊണ്ടുവന്നവർ, ദൈവത്തെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നവർ, ആ പട്ടണം ഇളക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ളവർ, ആ ഗ്രാമം ഇളക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളവർ ശുശ്രൂഷയിൽ കുഴഞ്ഞ് ചില വിഷമങ്ങളിൽ കുഴഞ്ഞ്, പ്രശ്നങ്ങളിൽ കുഴഞ്ഞ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാതിരിക്കുന്ന ചിലര് ഇന്ന് ഈ ഹോളിൽ എന്റെ കൂടെ കേൾക്കുന്നവരുണ്ട്. അവരോട് ഈ 2025 ആരംഭ സമയം പറയാനുള്ളത്, നിന്നെ ദൈവം കണ്ടതൊരു ഉണർവിന് വേണ്ടിയാ. നിന്നെ ദൈവം കണ്ടത് ആ പട്ടണത്തെ പിടിക്കാൻ വേണ്ടിയാ. നിന്നെ ദൈവം കണ്ടത് ആ ദേശത്തെ പിടിച്ചു പറിക്കാൻ വേണ്ടിയാ. ആരെങ്കിലും ഇന്ന് പകൽ കേട്ടിട്ടോ, ആരെങ്കിലും ഇത് കേട്ടിട്ടോ, യെസ് ലോർഡ്, എന്നെയാണ് അതിന് തെരഞ്ഞെടുത്തത്, എന്നാൽ ഞാൻ മറിയെ പോലെയല്ല, മാർത്തയെ പോലെ മറ്റു ചിലതിൽ കൊഴഞ്ഞുപോയി എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കും, നിന്റെ മേലൊരു ശക്തി വ്യാപരിക്കും, നിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കും, നിന്റെ മേലൊരു നിറവ് വ്യാപരിക്കും. ഞാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ ഇടതുവശത്ത് ഞാൻ കണ്ട ഏഞ്ചലിനെ എനിക്ക് വളരെ പരിചയമുള്ള ആളാണ്. സാധാരണ കാണാത്തയാൾ, ഞാൻ അതിനെ സറാഫീം എന്ന് വിളിക്കും. അയാൾ എവിടെ വെളിപ്പെടുന്നുവോ അവിടെ വിശുദ്ധീകരണം നടക്കും. അയാൾ എവിടെ വെളിപ്പെടുന്നുവോ അവിടെ അവരുടെ നാവുകൾ വിശുദ്ധീകരിക്കപ്പെടും, അവരുടെ ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ചില കുഴഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ 2025 എന്റെ ദൈവത്തിന് വർദ്ധിരിക്കാനുണ്ട്. ജീവിതത്തിന്റെ ഭാരങ്ങളിൽ കുഴഞ്ഞവരെ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ കുഴഞ്ഞവരെ, അല്ല ശുശ്രൂഷയുടെ ഭാരത്തിൽ കുഴഞ്ഞവരെ, സങ്കടത്താൽ കുഴഞ്ഞവരെ, ഈ 2025 ദൈവം നിന്നെ ഉണർവിനായി വർദ്ധിരിക്കുകയാണ്. ഗെറ്റ് റെഡി. മാർത്തയാകണ്ട, മറിയാകാം. മാർത്തയാകണ്ട, മറിയാകാം. ഞാൻ ഈ സംഭവകഥ എത്ര വർഷങ്ങളായി എന്റെ കുഞ്ഞായിരിക്കുമ്പോ പ്രസംഗത്തിന്റെ ആരംഭകാലത്ത് പ്രസംഗിച്ചു തുടങ്ങിയതാ. എനിക്ക് ഈ വാക്യം കിട്ടിയപ്പോ ഞാൻ ചോദിച്ചു, ഇതിൽ നിന്ന് എന്താ ഞാൻ പറയണ്ടേ? സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ജോണേ, ഇതിൽ നിന്ന് 2 കാര്യം നീ പറയണം. ഒന്ന്, എന്നെ സ്വീകരിച്ചിട്ടും ശുശ്രൂഷയിൽ കൊഴിഞ്ഞുപോയ ഒരാളും, എന്നെ സ്വീകരിക്കാഞ്ഞിട്ടും, അല്ല എന്നെ സ്വീകരിച്ചത് അല്ലാതിരിക്കുക വീട്ടിനകത്ത് വന്നതിന് ശേഷം ആ ബന്ധത്തെ തിരിച്ചറിഞ്ഞ് അതിൽ ജീവിച്ചതുമായ 2 വ്യക്തികളെ നീ പരിചയപ്പെടുത്തി കൊടുക്കണം. അതിൽ നിങ്ങളിൽ ചിലർ മാർത്തയാണ്, നിങ്ങളിൽ ചിലർ മറിയയാണ്. എന്നാൽ ഈ പകൽ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് വിശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന നാളുകളാണ് ഈ വരുന്ന ദിവസങ്ങൾ. കുഴഞ്ഞിരിക്കുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ചില കാര്യങ്ങളെ കർത്താവ് ഏൽപ്പിക്കുകയാണ്, അവരെ ബലപ്പെടുത്തുകയാണ്. താൻ കുഴഞ്ഞിരിക്കുന്ന ഇടത്തു നിന്നും വലിയ ആത്മാനുഭവത്തിലേക്ക് കർത്താവ് അവരെ ഓരോരുത്തരെയും കൊണ്ടുവരികയാണ്. വലിയ ഭാഗ്യാനുഭവത്തിലേക്ക്, മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് സഭയെ കർത്താവ് കൊണ്ടുവരുന്നവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ സിസ്റ്ററിൻ്റെ പേര് ഷിബ എന്നാണ്. പുത്തൻവേലിക്കരയിൽ നിന്നാണ് സിസ്റ്റർ കടന്നു വരുന്നത്. ഈ സിസ്റ്ററിൻ്റെ ചേച്ചിയുടെ മകൾക്കുണ്ടായ ഒരു അത്ഭുതകരമായ സാക്ഷ്യത്തെ പറയാനാണ് സിസ്റ്റർ ഇവിടെ ആയിരിക്കുന്നത്. ചേച്ചിയുടെ മകൾക്കുണ്ടായ സാക്ഷ്യമാണ് സാക്ഷ്യത്തെ പറയാനാണ് ഇവിടെ ആയിരിക്കുന്നത്. ചേച്ചിയുടെ മകൾ കമ്പ്യൂട്ടർ ടാലി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫീസില്ലാത്തത് കൊണ്ട് 1 മാസമായി പോകാതിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ.
ചർച്ചിൽ വിളിച്ചു, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്നാണ് സിസ്റ്റർ പറയുന്നത്. ഉടൻ തന്നെ ആ കമ്പ്യൂട്ടർ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു, ഫീസൊക്കെ പിന്നെ തന്നാൽ മതി, അത് ജോയിൻ ചെയ്യണം, വീണ്ടും പഠിക്കണമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. മോളിപ്പം പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച പോയി തുടങ്ങി. അപ്പോൾ ഫീസ് ഇല്ലാത്തത് കൊണ്ട് അവർ ചെല്ലണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്ത് പറ്റിയോ? അത് പറഞ്ഞിരുന്നില്ല. മോള് ഓഫീസിലോട്ട് വിളിക്കുമെന്നും പറഞ്ഞ് പേടിച്ച് പോവാതിരുന്നു. അപ്പോൾ ചൊവ്വാഴ്ച ഒരു ഉച്ച ഇപ്പോൾ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ആര്യനന്ദ വരാത്തത്, ക്ലാസ്സിൽ വരണം, ഫീസൊന്നും ഞങ്ങൾക്ക് ചോദിച്ചില്ലല്ലോ. അങ്ങനെ മോൾക്ക് വലിയൊരു കാര്യം കർത്താവ് ചെയ്തു. താങ്ക് യു ജീസസ്. ആമേൻ. ഈ സിസ്റ്ററുടെ പേര് ആൻസ് അന്ന ജോബി, കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഈ മോൾക്ക് കർത്താവ് നൽകിയ രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് സിസ്റ്റർ ആയിരിക്കുന്നത്. 3 വർഷമായി ഭയങ്കരമായ തുമ്മൽ മൂലം ഈ മോൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഒക്ടോബർ മാസത്തിൽ ടൗൺ ഹാളിൽ മീറ്റിംഗ് വരികയും ബ്രദറിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു, രോഗം പൂർണ്ണമായും മാറിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മോള് പറയാം, 3 വർഷമായിട്ട് അലർജി ആയിരുന്നു. എന്തുവായിരുന്നു പ്രയാസം? എഴുന്നേൽക്കുമ്പോൾ മുതൽ എനിക്ക് നല്ല തുമ്മലായിരുന്നു. സ്കൂളിൽ എത്തണ വരെ എനിക്ക് ഉണ്ടാവുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് ബ്രദറിനോട് പ്രാർത്ഥിച്ചു, ഈ നിമിഷം വരെ എനിക്ക് തുമ്മലുണ്ടായിട്ടില്ല. എല്ലാ ദിവസവും സാധാരണ ഉണ്ടാവാറുണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഈ 1 മാസമായിട്ട് അങ്ങനെ ഒരു പ്രയാസമില്ല. ഇല്ല. ആമേൻ. കൈകളെ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. ആമേൻ. ഈ സിസ്റ്ററുടെ പേര് ശൈല, പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് 2 വർഷം മുമ്പ് ഹാർട്ടിന് ബൈപ്പാസ് സർജറി കഴിഞ്ഞതാണ്. അതിനുശേഷം നെഞ്ചിനകത്ത് ഒരു വലിയ ഭാരവും കയ്യിൽ ഭയങ്കര വേദനയും എല്ലാം ഉണ്ടായിരുന്നു. സർജറിക്ക് ശേഷം നെഞ്ചിൽ ഭാരവും പ്രയാസമായിരുന്നു. അപ്പം അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ ഒക്ടോബറിൽ ടൗൺ ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുക. ഇപ്പൊ ആ പ്രയാസം ഇല്ല. സർജറി കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു? 1 വർഷം. 2 വർഷം കഴിഞ്ഞു. 2 വർഷമായിട്ട് അപ്പൊ ആ നെഞ്ചിൽ പ്രയാസമായിരുന്നു. എടുക്കുമ്പോൾ നെഞ്ചിനൊക്കെ ഭയങ്കര വെയിറ്റ്, പിന്നെ കൈക്കൊക്കെ വേദനയൊക്കെ ആയിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ശേഷം അങ്ങനത്തെ കുഴപ്പമൊന്നും, അങ്ങനത്തെ കുഴപ്പം പിന്നീടില്ല. അത് മാറിപ്പോയി. കൈകളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് ചെയ്ത സൗഖ്യത്തിനായി സ്തോത്രം. പോയട്ടെ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. ഈ മകൻ്റെ പേര് ബേസിൽ എന്നാണ്, ഇരുമ്പനത്തു നിന്ന് വരുന്നു. ഈ മകൻ വിദേശത്ത് പോകാനും വേണ്ടി ഉപരിപഠനത്തിനു വേണ്ടി വളരെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ വിസ ലഭിച്ചില്ല. എന്നാൽ ജോൺ ബേറിൻ്റെ അടുത്ത് സെപ്റ്റംബർ മാസത്തിൽ പ്രാർത്ഥിച്ചു. 10 ദിവസത്തിനകം അതിൻ്റെ വിസ ലഭിച്ചു. ജനുവരിയിൽ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ആമേൻ. ആ കാര്യങ്ങൾ ഒത്തിരി രാജ്യങ്ങളിൽ ശ്രമിച്ചോ? ഞാൻ US ട്രൈ ചെയ്തു, കാനഡയായിട്ട് ട്രൈ ചെയ്തു, ഇതൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ജോലിക്ക് ട്രൈ ചെയ്തപ്പോൾ അത് തട്ടിപ്പാന്ന് മനസ്സിലായി. അതിൻ്റെ കാശ് നഷ്ടപ്പെട്ടു എന്ന് പേടിച്ചു. പാസ്റ്ററിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കാശ് മൊത്തത്തിൽ ദൈവം സഹായിച്ച് കിട്ടി. പോലീസുകാർ വരെ അതിശയിച്ചു പോയി. എന്ന് വെച്ചാൽ സാധാരണ ഒരാൾക്ക് തട്ടിപ്പിനകത്ത് കാശ് തിരിച്ചു കിട്ടൂല. അന്ന് ദൈവം സഹായിച്ച് നമുക്ക് കാശ്, ഒരു ലോയറിനെ ഒന്നും വെക്കേണ്ട വന്നില്ല, ദൈവം തന്നെ പ്രവർത്തിച്ചു. ആമേൻ. ഇതൊരു വലിയ കാര്യമാണ്. ഇങ്ങനൊരു തട്ടിപ്പോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളോ ഉണ്ടായാൽ ആ പണം തിരിച്ചു ലഭിക്കുന്ന വലിയ പ്രയാസമാണ്. പക്ഷേ ഈ മോൻ പറയുന്നത് ആ പണം തിരികെ ലഭിച്ചു എന്നാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയയിട്ട് പോകാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു. വിസയുടെ റൂൾസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കണേ, ഇമിഗ്രേഷൻ ടൈറ്റ് ആവുന്നു. ഞാൻ ജൂലൈയിൽ നോക്കിയപ്പോൾ 28 ഡേയ്സിനകത്ത് വരുമായിരുന്നു. അത് പിന്നെ നോക്കിയപ്പോൾ ഒരു മന്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 70 ഡേയ്സ് വരും. പിന്നെ അത് 7 months ആവും എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഡിപ്രഷനിൽ പോയായിരുന്നു. ഒരു വാതിലും തുറക്കൂല എന്ന് വിചാരിച്ചിരുന്നു. ദൈവം സഹായിച്ച് ലാസ്റ്റ് ജോൺ ദാരി ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം 10 ഡേയ്സിനകത്ത് തന്നെ എനിക്ക് 7 മാസം വരെ പറഞ്ഞതാണ്. 10 ദിവസം കൊണ്ട് കാര്യങ്ങൾ നടന്നത്. നമ്മുടെ കർത്താവ് വലിയവനാണ്. ഹല്ലേലൂയ. ഓസ്ട്രേലിയയിൽ പോകാനും പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചതുകൊണ്ട് അത് വേഗത്തിൽ നടന്നു. താങ്ക് യു ജീസസ്. സോളി, ഇത് ഒരു വലിയ കാര്യമാണ്. ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കത്തില്ല, എനിക്ക് ഒരു കാര്യം നടക്കത്തില്ല, നിരാശ മാത്രം പറഞ്ഞ ആളാ. അങ്ങനെയല്ലായിരുന്നു മോനെ? എൻ്റെ ഒരു കാര്യം നടക്കത്തില്ല, ദൈവം ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യത്തില്ല, ഞാൻ മാത്രം എല്ലാ കാര്യത്തിലും തോറ്റുപോയി, ഒത്തിരി നിരാശ പറഞ്ഞവൻ. പക്ഷെ ദൈവം അവന് വേണ്ടി ചെയ്തു. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. അവന്റെ പപ്പയുടെയും അവന്റെ അമ്മയുടെയും ഒക്കെ വിശ്വാസം, കുടുംബത്തിന്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. ആമേൻ. താങ്ക് യു. അവൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ചേർത്ത് തോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവ് ഈ വർഷം കർത്താവ് പറഞ്ഞ ദൈവിക ആലോചന പോലെ ദൈവ സാന്നിധ്യത്തോടൊപ്പം ആയിരിക്കുവാൻ കർത്താവെ ഇവരെ ഓരോരുത്തരെയും പണിയുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ
പ്രയോറിറ്റി കർത്താവിനോടൊപ്പം ഇരിക്കുന്നതാകട്ടെ, പ്രയോറിറ്റി ദൈവസ്നേഹത്തിലായിരിക്കുന്നതാകട്ടെ. കർത്താവെ, മറ്റെന്തിനേക്കാൾ ഉപരിയായി തൻ്റെ ലൈഫിൽ എന്താണോ പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കുവാൻ കൃപയെ പകർന്നാട്ടെ അപ്പാ. നന്ദി യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. എനിക്കൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ കാലിൻ്റെ ആങ്കിൾ, അതായത് കാലിൻ്റെ കണ്ണിരിക്കുന്ന ആ ഭാഗത്തായിട്ട് വലിയൊരു മുറിവുണ്ട്. ആ കാലിൽ ആ മുറിവ് ഉണങ്ങാതെ പഴുത്തിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എല്ല് കാണുന്ന വിധത്തിൽ അവിടെ ആ മുറിവ് വലുതായിട്ടാണ് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രായമായൊരു വ്യക്തിയാണ്. കർത്താവിൻ്റെ കൃപ ചലിക്കുന്നു അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ആ കാലുകളിൽ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ പൂക്കളുടെ കൃഷി ചെയ്യുന്ന, അതിൽ നിന്ന് ആദായം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. തൻ്റെ ലൈഫിനോട് ബന്ധപ്പെട്ട ചില മേഖലയിൽ കർത്താവ് ഒരു വിടുതലിനെ അയക്കുന്നത് കാണാം. അപ്പോൾ ആ കുടുംബത്തെ അവിടുന്ന് തൊട്ടിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു യേശുവേ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം അത്ഭുത കരം ചലിക്കണം അപ്പാ. അതിന്മേലെല്ലാം വലിയൊരു സമാധാനം ഉണ്ടാകണം അപ്പാ, വലിയൊരു വിടുതലിനെ പകരണം അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലുമായിരിക്കാം. ഗോഡ് ബ്ലസ് യു.